ലൈക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വലിയത് നേരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് ഞാൻ ഫസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ മുറുങ്ങച്ചപ്പലൂടെ കറിയാണ് ഗൈസ്. മുറുങ്ങച്ചപ്പലൂടെ കറിയാണ്. എനിക്ക് ഹെൽപ്പിന് എൻ്റെ മോനുണ്ട് ഗൈസ്. നമ്മൾ അധികം പച്ചക്കറി കൂട്ടു. ഇടയ്ക്ക് ഒരുക്ക മീൻ, ഇടയ്ക്ക് കോഴിക്കറി ചെയ്തു ഗൈസ്. പിന്നെ നമ്മളിതിപ്പോൾ ക്യാമറ അത്ര ശരിയില്ല, പണ്ടത്തെ ഫോണാണ്. അതിനോണ്ട് നമുക്കെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ എല്ലാം ചെയ്യാം ഗൈസ്. അപ്പോൾ എൻ്റെ അമ്മ അത് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എല്ലാം ഒഴിക്കുക ഗൈസ്. എന്നിട്ട് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. കടുക ഞാൻ കുറച്ച് കടുക് ഇടുന്നു. തെറിക്കും ഗൈസ്. കടുക് നുറുക്കിടാം. ഞാൻ മാത്രം കടുക് ഇടുന്നു. പിന്നെ ഇനി കുറച്ച് മുളക്, കുറച്ച് മുളക് ഫ്രൈ ആയിട്ട്, മുളക് കുറച്ച് ഫ്രൈ ആയിട്ട് അതിൽ കാണുന്നുണ്ട് എന്നെ. മമ്മീനെ കാണുന്നില്ല. പിന്നെ കൈ ഇങ്ങനെ കാണാനല്ലോ ഓളപ്പ. എന്നിട്ട് നിന്നെ കാണാനാ? പിന്നെന്ത് ഇത് കാണാനല്ലേ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനായി കുറച്ച് ഇങ്ങനെ ചെയ്യാം. മുളക് പിന്നെ അത് കുറച്ച് ഫ്രൈ ആയി പാടി ഇപ്പൊ നല്ല ഇതാവും ഗൈസ്. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുക. നമ്മൾക്ക് ഇത്ര ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? നമുക്കിപ്പോൾ കുറച്ച് ചെയ്യുന്നത് ഗൈസ്. ഇനി കുറച്ച് തേങ്ങ ചിരകിട്ട് കുറച്ച് നമുക്ക് ഉപ്പ് ഇടണം. കുറച്ച് ഉപ്പിട്ട് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. കുറച്ച് നേരം ചെയ്തിട്ട് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അടിക്കുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത് ഒക്കെ ചെയ്യുന്നത്. അതിന് കുറച്ച് മൂടാം. ഒരു ചെറിയ സ്വരത്തിൽ ഇങ്ങനെ വേവനിരിക്കുക. കുറച്ച് സ്ലോ ആക്കുക ഗ്യാസ്. അത് അവിടെ തന്നെ വിടാം. ഇനി അത് അവിടെ അങ്ങനെ വെച്ചിട്ട് ഇവിടെ തേങ്ങ ഗൈസ്. അപ്പോൾ തേങ്ങ പൊട്ടിക്കുകയാണ്. പറഞ്ഞ് തേങ്ങ ഇട്ടടപ്പു തൊണ്ട കുത്തും മുളക്. അപ്പോൾ ഈ തേങ്ങ ചേരുന്ന ചായപ്പാട് ഇനി കുറച്ച് വെളുത്തുള്ളി കുത്തിട്ടിടാം. ഞാൻ എനിക്ക് പാകത്തിന് തേങ്ങത്തിന്, അതിന് പാകത്തിന് കുറച്ച് തേങ്ങത്തിന്, പിന്നെ കുറച്ച് ജീരക, പിന്നെ ഒരു സ്പൂണ് ജീരക, പാകത്തിൻ്റെ ഒരു ഇത്ര വെളുത്തുള്ളി മതി.
ചന്ദന കുത്തുന്നില്ല അങ്ങോട്ട് കാട്ടി. ഇപ്പോൾ ഇത്ര തേങ്ങ കുറച്ച് ഒരു 4-5 വെളുത്തുള്ളി ഇട്ടു, ജീരകം ഇട്ടു. അപ്പോൾ ഇത് വെന്ത് കൊണ്ട് വന്ന് അതിന് ഈ തേങ്ങയും ജീരകം ഇട്ട വെളുത്തുള്ളി കുത്തിയത് ഇട്ടിട്ട് അതിന് കുറച്ച് ഇതൊക്കെ അടിമേലാക്കാം. മുളക് കുറച്ച് അതാണ് ചെമ വരുന്നത്. ഇനി ചൂട് കഞ്ഞോ എങ്ങനെ വയ്ക്കാം. ചൂട് കഞ്ഞിനൊക്കെ വയ്ക്കാം. കറിനൊക്കെ കഞ്ഞിയായി വരവായി ഗായ്സ്. ഗായ്സ് അപ്പോൾ വറവ് തയ്യാറായി. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കഞ്ഞിയും പിന്നെ മുരിങ്ങച്ചപ്പൽ വരവും ആയി. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റിന് കുറച്ച് തൊല്ലന് കുറച്ച് പണിയുണ്ട്, അത് കാണിച്ചിട്ടാ. ഗായ്സ് അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് അടിക്കാത്തവർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗുഡ് ബൈ.